പേരെന്താ? സിയ. രണ്ട് സിയമാരാ. അപ്പോൾ ഏതാണ് ഇഷ്ടപ്പെട്ട ടീം? അപ്പോൾ കണ്ണൂർ മൗണ്ടിൻ്റെ ഇന്നത്തെ ചോദ്യം നമ്മുടെ വേൾഡ് കപ്പിൽ, അതായത് ഇപ്പം 4 ടീമുകളാണ് എത്തിയിരിക്കുന്നത്. അർജൻറ്റീന, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിൻ. അപ്പോൾ ഇതിൽ ആര് ഒന്നാം സ്ഥാനത്തെത്തും എന്നാണ് പലരും കമ്മിറ്റി കളിയോടൊക്കെ ചോദിച്ചപ്പോൾ എതിർ ടീമുകളൊക്കെ പറയുന്നു കമ്മിറ്റി കളിയിലൂടെയാണ് അർജൻറ്റീന ഈ സെമി ഫൈനലിൽ എത്തിയതൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്ന് ഓരോ പ്രേക്ഷകരോട് അല്ലെ ഓരോ ആളുകളോടും ചോദിക്കുകയാണ്. അപ്പോൾ അവരോട് തന്നെ ചോദിച്ച് നമുക്ക് വ്യക്തമാക്കാം അർജൻറ്റീന കമ്മിറ്റി കളിയിലൂടെയാണോ ഈ ഒരു സെമി ഫൈനലിൽ എത്തിയതെന്ന്. ചേട്ടൻ പേരെന്താ? ശ്രീജിത്ത്. കളി കാണാറുണ്ടോ? ഫുട്ബോൾ ഇപ്പം അവസാന ഘട്ടത്തിലേക്ക് എത്തി, ക്വാർട്ടറിലേക്ക് എത്തി. അപ്പോൾ ഏതായിരുന്നു ടീം? അർജൻറ്റീന തന്നെ ക്വാർട്ടർ ഫൈനലിൽ എത്തുമെന്ന് ഉറപ്പുണ്ടായിരുന്നോ? അപ്പോൾ ഈ കമ്മിറ്റി കളിയാണെന്ന് പറയുന്ന പലരും കമ്മിറ്റി കളിയാണ്, അതുപോലെ അർജൻറ്റീന പൈസ കൊടുത്തിട്ടാണ് ഈ ഒരു ക്വാർട്ടറിൽ എത്തിയെന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതിൽ സത്യാവസ്ഥ? അതൊന്നും വലിയ സത്യാവസ്ഥയൊന്നുമല്ല. എല്ലാം ശത്രുക്കൾ പറഞ്ഞു വരുന്ന കുറച്ച് ഒരു കാര്യങ്ങൾ മാത്രമാണ്. നമ്മൾ സാധാരണ ഒരാളുടെ ഭാഗത്ത് തെറ്റുണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കുമ്പോൾ അത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റായിട്ട് തോന്നും. ആ രീതിയിൽ ഞാൻ കാണുന്നുള്ളത്. അങ്ങനെ പൈസ കൊടുത്തിട്ട് നമുക്ക് കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല. അത് എതിർ ടീമുകൾ വെറുതെ പറയുന്നതാണ്. അത് വെറുതെ പറയുന്നത്, അത് ശത്രുക്കൾ പറയുന്നതാണ്. അപ്പോൾ ആരായിരിക്കും ഫൈനലിൽ വരിക? ഫൈനലിൽ അർജന്റീന വരും, ഫ്രാൻസും വരും. പഴയതുപോലെ തന്നെ ആരായിരിക്കും കപ്പ് നേടുക? അർജന്റീന നേടുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഫ്രാൻസ് ഭയങ്കര ഫോമിലാണെന്ന് ആൾക്കാർ. അർജന്റീന നേടും, അർജന്റീന ഭാഗത്ത് വിശ്വാസമുണ്ട്. അർജന്റീന കളിയല്ലേ, നമ്മൾ 50% അർജന്റീന തോറ്റാൽ അർജന്റീന വെറുക്കോ? ഇല്ല, എപ്പോഴും അർജന്റീന. എത്ര നാളെ അർജന്റീന ഫാനായിട്ട്? കുറേ വർഷങ്ങൾ ഇതുവരെ അർജന്റീന. എന്നെങ്കിലും നമ്മുടെ ഇന്ത്യ കളിക്കുമെന്ന് ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ട്. ഒരു 3 ലോകകപ്പ് കഴിയുമ്പോഴത്തേക്ക് മാക്സിമം അത്ര എത്തും. അതിലൊക്കെ സാധ്യതയില്ല. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഈ ഒരു സന്നാഹ മത്സരത്തിലൊന്നും എത്താൻ പറ്റാത്തത്? നമുക്ക് അതിൻ്റെതായ ഒരു പ്രോത്സാഹനമില്ലത്. ചെറിയ സ്കൂൾ മുതലേ അതിനെ പ്രോത്സാഹിപ്പിക്കണം. എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിലൊന്നും ഫുട്ബോളിനോട് അധികം ക്രേസ് ഇല്ല. കേരളം അത് സൗത്ത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ തോന്നുന്നല്ലേ? അതെ, സൗത്ത് ഇന്ത്യയിലാണ് കൂടുതൽ, നോർത്ത് ഇന്ത്യയിൽ കുറവാണ്. അതുപോലെ നമ്മുടെ ഈ സെൻട്രൽ ഗവൺമെൻറ് എല്ലാ സംസ്ഥാനങ്ങളിലും ഫുട്ബോളിനെ കുറിച്ച് ഒരു ബോധവൽക്കരണം ഉണ്ടായിരിക്കണം. ഇന്ത്യ ക്രിക്കറ്റ് മാത്രം ഇത് ചെയ്യുന്നുണ്ടാണോ, ഫോക്കസ് ചെയ്യുന്നുണ്ടാണോ? ഒന്നുമില്ല, അത് പ്രോത്സാഹനം ഉണ്ടെങ്കിൽ എല്ലാം നല്ല കളി നന്നാവും. പേരെന്താ? ജിഷ്ണു. ഏതാണ് വിഷ്ണു ഏതാണ് ഇഷ്ടപ്പെട്ട ടീം? പോർച്ചുഗൽ. അപ്പോൾ ഏതാ ഇപ്പോൾ പോർച്ചുഗൽ പുറത്തായില്ലേ? അപ്പോൾ എന്താണ് പിന്നെ ഇനിയിപ്പോൾ ഫൈനലിൽ അർജന്റീനയും അതുപോലെ തന്നെ ഫ്രാൻസും ഇംഗ്ലണ്ടൊക്കെയാണ്. അപ്പോൾ ആരാ ജയിക്കുക? ഫ്രാൻസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കും. അർജന്റീന ജയിക്കണം ആഗ്രഹിക്കുന്നില്ല. അർജന്റീന എതിരാണോ? അതെന്തുകൊണ്ടാ? പോർച്ചുഗലിന്റെ ശത്രുവാണ് അർജന്റീന. പിന്നെ കമ്മിറ്റി കളിയാന്ന് പലരും പറയുന്നത്, അങ്ങനെയുണ്ട്, തോന്നുന്നുണ്ടോ? അതെന്തുകൊണ്ട് അങ്ങനെ തോന്നാൻ കാരണം? കളി റഫറിക്കെല്ലാം പൈസ കൊടുത്ത പോലെ. അങ്ങനെ സാധിക്കുമോ? ഇല്ല. അതുപോലെ ഫ്രാൻസിന് പൈസ കൊടുത്തൂടെ? അതുപോലെ ഇംഗ്ലണ്ടിന് പൈസ കൊടുത്തൂടെ? അങ്ങനെ പൈസ കൊടുത്തിട്ടാണ് ഈ 4 ടീമും ക്വാർട്ടറിലെത്തിയ തോന്നുന്നുണ്ടോ? അങ്ങനെയില്ല, മറ്റേ അർജന്റീന മാത്രം. അങ്ങനെ അർജന്റീന മാത്രം എങ്ങനെ പൈസ വാങ്ങിക്കുന്നത്? അർജന്റീന ഇത്രയും സമ്പന്ന രാഷ്ട്രമാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ അമേരിക്ക സമ്പന്ന രാഷ്ട്രമല്ലേ? അമേരിക്ക എന്തുകൊണ്ട് പൈസ കൊടുത്ത് ആദ്യം കയറിയില്ല? അറിയില്ല. ഓക്കെ, അറിയാതെയാണോ പറയുന്നത് അല്ലെങ്കിൽ അറിഞ്ഞിട്ടാണോ? അല്ല, ഞാൻ അർജന്റീന മാത്രം പൈസ കൊടുത്തിട്ട് കളിക്കുന്നതാണ് സംശയം അല്ലേ? ഓക്കെ, അപ്പോൾ ആര് ജയിക്കുന്നവരെ? ഫ്രാൻസ് ജയിക്കും. ചേട്ടൻ പേരെന്താ? പ്രകാശ്. അപ്പോൾ ഫൈനലിലെത്തിയ നമ്മളെ ഫുട്ബോള്, അപ്പോൾ ആരായിരിക്കും കപ്പടിക്കുക ഇപ്രാവശ്യം? അർജന്റീന ഫ്രാൻസ് ഫൈനലിൽ വരും. കട്ടക്കുള്ള ടീമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പരാമർശം എങ്ങനെയുണ്ട്, അർജന്റീന പൈസ കൊടുത്തിട്ടാണ് സെമി ഫൈനലിൽ എത്തിയെന്ന്, ശരിയാണോ? അങ്ങനെ ആവുമോ? പൈസ കൊടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ അമേരിക്കൻ്റെ അടുത്തൊക്കെ ഒരുപാട് പൈസ ഇല്ല. അമേരിക്കൊക്കെ വെറുതെ ആൾക്കാർ പറയുന്നതാണ്. അപ്പോൾ ഈ വാർ സിസ്റ്റം വന്നുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു ടി വിയിലൊക്കെ നോക്കിയതാണ്. ഇതിനു മുമ്പ് അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ പല ഫോളാണ്, അതുകൊണ്ട് കുറേ ഫോളുകൾ കാണുന്നു. കുറേ ചിലത് പിന്നെ റിവ്യൂ ചെയ്യുമ്പോഴേക്കും. അങ്ങനെ റെഫറിക്ക് പൈസ കൊടുത്തിട്ട് കളിക്കാൻ പറ്റുമോ? ഇല്ല, അത് പറ്റില്ല. ഇല്ലല്ലേ? ഓ, പേരെന്താ? പേര് മുഹമ്മദ് സിറാജ്. ഏതാ ടീം ഇഷ്ടപ്പെട്ട? അർജന്റീന. ഇപ്പോൾ ഫൈനലിലെത്തി, സെമി ഫൈനലിലെത്തി. അപ്പോൾ ഈ പൈസ കൊടുത്തിട്ടാണ് അർജന്റീന സെമി ഫൈനലിലെത്തിയത്? എല്ലാവരും പറയുന്നുണ്ടല്ലോ പൈസ കൊടുത്തിട്ട് എത്തിയത്. അങ്ങനെയല്ല, കളിയുള്ളതുകൊണ്ട് തന്നെ പൈസ കൊടുത്തിട്ട് എത്തിയെന്ന് കമ്മിറ്റി കളിയാന്നൊക്കെ പറയണേ. അപ്പോൾ അർജന്റീന ഫാൻസ് എന്താ പറയുന്നത്? അത് സത്യം പറഞ്ഞാൽ റൊണാൾഡോ ഫാനിനും എന്താ പറയാ നെയ്മർ ഫാനിനും ഒന്നും പറയാനില്ലല്ലോ. ടീം പുറത്തായില്ലേ, അവര് പിന്നെ എന്ത് വേണമെങ്കിലും പറയും. പൈസ കൊടുത്തിട്ട് റെഫറിക്ക് പൈസ കൊടുത്തിട്ട് കളിക്ക് അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള രാജ്യം അമേരിക്ക അല്ലേ? അങ്ങനെയാണെങ്കിൽ അമേരിക്ക അല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു
ഒരു 5-6-10 അവർക്ക് വേൾഡ് കപ്പ് എടുക്കാമല്ലോ, ശരിക്കും പറഞ്ഞാൽ കപ്പടിക്കാമല്ലോ. അമേരിക്കൻ തന്നെയുള്ള കളിയല്ലേ? അമേരിക്ക തന്നെയാണ് കളി. അങ്ങനെയാണ് അവർക്ക് ഇതാക്കിയാൽ പോരെ. പിന്നെ സ്വിറ്റ്സർലാൻഡിൻ്റെ കളിയില്ലേ, അതിൻ്റെ അവരെ നാട്ടിലുള്ളവരാണ് നമ്മളെ ഇതിൻ്റെ ഫിഫൻ്റെ പ്രസിഡന്റ് ഇൻഫാൻറ്റ്. അതേപോലെ അർജന്റീന ഇത്രയും സമ്പന്ന രാഷ്ട്രമാണോ? അല്ലല്ലോ, 36ാമത്തെ സമ്പന്ന വ്യവസ്ഥയാണ് അവർ സ്ഥാനം. അപ്പോൾ ഈ 1-2 ഇവർക്ക് വരെ കപ്പെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് എങ്ങനെ പറയാൻ പറ്റുക? അർജന്റീന ശരിക്കും ആ ഒരു ടീമിന്റെ ഒരു പവർ കൂട്ടായ്മ കൊണ്ടല്ലേ ശരിയാണ്. കാരണം കളിക്കാരുള്ള ഒരു ഒത്തൊരുമ, അതുകൊണ്ട് അവരങ്ങനെ രക്ഷപ്പെട്ടു. കളിക്കാരുടെ എല്ലാവരും ഒത്തായ ഒരു പരിശ്രമത്തിന്റെ ഇത്രയും പേര് എത്തിയത്. ഇനി അങ്ങോട്ട് ആര് ജയിക്കും? അല്ല, ഈ പ്രാവശ്യം കപ്പ് അർജന്റീന അടിക്കും. അർജന്റീന ഫ്രാൻസ് ആണ് വരിക ഫൈനലിൽ. അർജന്റീന ഫ്രാൻസ് ഇതിലേതെങ്കിലും ഒന്ന് അടിക്കും. ഉറപ്പാണ്? ഉറപ്പാണ്. കാരണം കഴിഞ്ഞ കൊല്ലം ചാമ്പ്യൻസ് ലീഗ് PSG അടിച്ചു, ഇക്കൊല്ലം PSG അടിച്ചു. അതേപോലെ RCB കഴിഞ്ഞ കൊല്ലം കപ്പടിച്ചു, ഇക്കൊല്ലം കപ്പടിച്ചു. പിന്നെ അർജന്റീന കളിയാണെങ്കിൽ അവസാന നിമിഷമാണല്ലോ അവർ ഗോൾ അടിക്കുന്നത്. അതാണ് ത്രില്ലല്ലേ, അത് നല്ല രസമാണ്. ഇത് പേരെന്താ? പേര് ഷംനാസ്. ഏതാണ് ടീം ഇഷ്ടപ്പെട്ട? ബ്രസീൽ. അപ്പോൾ ഇപ്പോൾ അർജന്റീന, ഫ്രാൻസ്, ഇംഗ്ലണ്ട് അങ്ങനെയുള്ള ടീമുകളാണ് സെമിയിലെത്തിയത്. തീർച്ചയായും. അപ്പോൾ കമ്മിറ്റി കളിയാണെന്ന് പലരും പറയുന്നുണ്ട്, ശരിയാണോ? ഐ ഡോണ്ട് തിങ്ക് സോ. അങ്ങനെ തോന്നുന്നില്ല കാര്യങ്ങൾ. പറയുന്നുണ്ട്, ചിലർ പറയുന്നുണ്ട്. അങ്ങനെ കളിക്കാൻ പറ്റുമോ? അങ്ങനെ കളിക്കാൻ പറ്റൂല. ഫിഫയിലൊന്നും അങ്ങനെ കളിക്കാൻ പറ്റാൻ ചാൻസ് ഇല്ല. അത് 2 ഭാഗങ്ങൾ ഉണ്ടാവില്ല, എന്ത് കാര്യങ്ങളുണ്ടാവും. ഞാൻ ബ്രസീലിന് കടുത്ത ബ്രസീലിന് ആരാധകനാണ്. അങ്ങനെ ഒരു സ്പോർട്സിൽ അങ്ങനെ കാണേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ അമേരിക്ക എന്ന കളി അമേരിക്കക്ക് പൈസ കൊടുത്താൽ? അമേരിക്കൻ്റെ എനിക്കറിയാം, നിങ്ങൾ ചോദിച്ചതിന്റെ ഫസ്റ്റ് ഉത്തരം ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെയല്ല, അമേരിക്ക എന്നാണ് കളി, അമേരിക്കക്ക് പൈസ കൊടുത്തിട്ട് കപ്പങ്ങെടുത്താൽ അതെല്ലാം കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ സാധാരണക്കാരായി ചിന്തിക്കുമെന്ന് അറിയില്ല. പക്ഷെ എന്ത് തന്നെ ആയാലും അങ്ങനെ കമ്മിറ്റി കളി ഉണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. പ്രത്യേകിച്ച് മൊറോക്കോയിലെല്ലാം നല്ലോണം അന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ അർജന്റീന അവസാന നിമിഷത്തിലാണ് ഗോളടിക്കുന്നത്. തീർച്ചയായും, മോസ്റ്റ്ലി അങ്ങനെ ഞാൻ കണ്ടിരിക്കുന്നു കളി. അപ്പോൾ അത് കമ്മിറ്റി കളി ആയതുകൊണ്ടാണ് അങ്ങനെ. അത് ഞാൻ പറയുന്നത്, അത് നമുക്ക് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നമ്മൾ പറയുന്നത് കറക്റ്റായിട്ട് പറയണ്ടേ. കമ്മിറ്റി കളി എന്ന് പറയുന്നത് വളരെ ആരാധകനാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ പറയുമ്പോൾ കറക്റ്റ് പറയണ്ടേ. അത് വിജയവേണ്ട കാര്യമാണ്. പക്ഷെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത്. അർജന്റീന മാത്രം അങ്ങനെ പറയുന്നത് ശരിയാണോ? 4 ടീമോ 3 ടീമോ വേറെ ഉണ്ടല്ലോ. അല്ല, അതിന് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു കമ്മിറ്റി കളി പറയാൻ കഴിയില്ലല്ലോ എന്തായാലും. ഇല്ലല്ലോ. പക്ഷേ എല്ലാവരും ഇന്നത്തെ കേരളത്തിലുള്ള ഒരു ട്രെൻഡ് ഇപ്പം പറയുന്നത് കമ്മിറ്റി കളിയാണ് അത്യാവശ്യം. അല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ കമ്മിറ്റി പലരും വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. തീർച്ചയായും. അപ്പോൾ അത് പൈസക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ വ്യൂസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണോ? വ്യൂസ് ഉണ്ടാവും. പൈസന്റെ ആവശ്യങ്ങൾ ഇങ്ങനെയുള്ള അർജന്റീന പോലത്തെ വലിയ ടീമിന് ഉണ്ടാവേണ്ട ആവശ്യമില്ല. തോന്നുന്നില്ല. അപ്പോൾ ആര് കപ്പ് കൊണ്ടോ? കപ്പ് മിക്കവാറും ഐ ബിലീവ് ഫ്രാൻസ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം. ഫ്രാൻസ് കൊണ്ടുപോകണം. ബ്രസീൽ, ഐ ലൈക്ക് മമ്പാപ്പെ. കഴിഞ്ഞ പ്രാവശ്യം അർജന്റീന ഫ്രാൻസ് ആയിരുന്നു. അർജന്റീന ഫ്രാൻസ് ആയിരുന്നു. അതേപോലെ ഇപ്രാവശ്യം വരുമോ? ഇല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഫ്രാൻസ് വരണമെന്ന് ആഗ്രഹം. ഫൈനലിലും വരണം. ഫ്രാൻസ് കപ്പ് കൊണ്ടുപോകണം. താങ്ക് യു. നമ്മൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കേട്ടോ. എന്തെങ്കിലും പറയേണ്ട ആവശ്യമില്ലല്ലോ. പേരെന്താണ്? സിബിൻ ജോസ്. ഫുട്ബോൾ പ്ലെയർ ആണോ? ലീഗ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏത് ടീമിൻ്റെ ഒപ്പമാണ്? ഇപ്പോൾ എൻ്റെ ബ്രസീൽ ടീം ആരാധകനാണ് ഞാൻ. ഇപ്പോൾ ഉള്ളത് ഇംഗ്ലണ്ട് ജയിക്കുന്ന പ്രതീക്ഷ. ഇന്ന് നല്ല കളിയായിരുന്നു. അതുപോലെ ഈ അർജന്റീന കമ്മിറ്റി കളിയാണെന്നൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. അപ്പോൾ കമ്മിറ്റി കളിയിൽ അങ്ങനെ സെമി ഫൈനലിൽ എത്താൻ പറ്റുമോ? കമ്മിറ്റി കളി എന്ന് പറയാനില്ല, കൂടുതലായിട്ട് അവർ നോക്കി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെയാണ് നിയന്ത്രിച്ച് റഫറി കറക്റ്റായിട്ട് ചെയ്യുന്നത്. അങ്ങനെ കമ്മിറ്റി കളി ഒന്നല്ല, അത് വെറുതെ തോന്നുകയാണ്. കളിച്ചിട്ട് തന്നെയാണ് ജയിക്കുന്നത്. ആ ടീമിലെ അംഗങ്ങളൊക്കെ ചേർന്നിട്ടൊരു കമ്മിറ്റി, അതായത് ഞങ്ങൾക്ക് കപ്പ് നേടണമെന്നില്ല, ആ ലെവലിൽ കളിക്കുന്നതാണോ അല്ലെങ്കിൽ റഫറിക്ക് പൈസ കൊടുത്ത് കളിക്കുന്നതാണോ എന്നാണ് ചോദിക്കുന്നത്? ഇല്ല, റഫറി പൈസ കളിച്ചിട്ട് തന്നെ അവർ വിജയം നേടുന്നത്. ഏതൊരു പ്ലേയേഴ്സ് ആണെങ്കിൽ നമുക്ക് കാണാം. എല്ലാവരും നമ്മുടെ നാട്ടിലെ കളി പോലെ ക്യാമറ ഇല്ലാത്ത കളിയാണ്. കംപ്ലീറ്റ് വേൾഡിന്റെ ഫിഫ നടത്തുന്ന കളിയായിരുന്നു. നമ്പർ 1 ഫിഫ നടത്തുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞില്ല, കളിച്ചിട്ട് ജയിക്കുന്നത് തന്നെയാണ്. ഓക്കെ, അതല്ല, നിങ്ങളൊരു ഫുട്ബോൾ പ്ലെയർ ആയതുകൊണ്ട് ചോദിക്കുകയാണ്. അങ്ങനെ കളിച്ചിട്ട് പൈസ കൊടുത്ത് കളിക്കേണ്ട ആവശ്യകത ഉണ്ടോ? പൈസ കൊടുക്കുന്ന ആവശ്യമില്ല. പൈസ കൊടുക്കുന്ന വെറുതെ ചുമ്മാ പറയുന്നത്. അങ്ങനെ പൈസ കൊടുക്കുന്ന കളിയൊന്നല്ല ഇത്. ഫിഫ നടത്തുന്ന കളിയാണ്. ഒറിജിനൽ ഫുട്ബോളാണിത്. ഇപ്പോൾ ആറാം രീതിയിൽ കളിച്ചിട്ട് തന്നെയാണ് ജയിക്കുന്നത്. എല്ലാ ടീം നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ ഗോളടിക്കുന്ന ടീമാണ് ജയിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഗോളടിക്കുന്ന ആൾക്കാർ ടീം വിജയിക്കും, അതാണ് ഉറപ്പ്. അതേപോലെ ഈ ഇപ്പോൾ 4 ടീമാണ് വന്നേക്കുന്നത്. ഫ്രാൻസ്, അതുപോലെ ഇംഗ്ലണ്ട്, പിന്നെ അതുപോലെ വേറെ സ്പെയിനാണോ? അതുപോലെ ഈ 4 ടീമുകൾ, ഇതിൽ ആരായിരിക്കും കപ്പ് നേടുക? എല്ലാ ടീമും നന്നായിട്ട് കളിക്കുന്ന ടീമാണ്. ഇംഗ്ലണ്ട് നേടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സെമിയിൽ പറയാൻ കഴിയില്ല. കളിക്കുന്ന ടീമാണ് ഫൈനലിലെത്തിയ. സെമി ആയാലും ഫൈനലിലെത്തുന്നതും
ഒരു ഫുട്ബോൾ പ്ലെയർ എന്ന നിലയിൽ എന്താണ് ഇപ്പോൾ ഈ ഇങ്ങനെ പറയുന്നവരോട് പറയുന്നത്? പറയുന്നത് എല്ലാവരും ജയിച്ചിട്ട് തന്നെ കളിച്ചിട്ട് തന്നെയാണ് വിജയിക്കുന്നത്, അല്ലാതെ പൈസ കൊടുത്തിട്ടൊന്നല്ല. അത് ചുമ്മാ ഞങ്ങൾ ടി വിയിൽ മുമ്പിൽ ഇരുന്നിട്ട് കാണുന്ന പോലെയല്ല കളി. ഗ്രൗണ്ടിൽ കളിക്കുന്നതിൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ അതിൽ കാണികളായാലും ഫിഫ ആയാലും റെഫറി ആയാലും മുമ്പിൽ വെച്ചിട്ട് കളി നടത്തും. ചുമ്മാ ഇങ്ങനെ നമ്മൾ വീട്ടിരുന്നിട്ട് അല്ലെങ്കിൽ തീരം ചെയ്തിട്ട് പൈസ കൊടുത്ത് പറഞ്ഞൊരു കാര്യമില്ല. പേരെന്താ? പേര് നികേഷ്. നികേഷ്. ആരായിരിക്കും കപ്പ് നേടിയ പ്രാവശ്യം? കപ്പ് നാട്ടിൽ ഫ്രാൻസ് ആയിരിക്കും. ഫ്രാൻസ് ആയിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ഫ്രാൻസ് ഇപ്പോൾ നന്നായിട്ട് കളിക്കുന്നത്. അല്ല, അർജന്റീന പൈസ കൊടുത്തിട്ട് കളിക്കുന്നത് പറയാം. അപ്പോൾ അവർക്ക് ഞാൻ അർജന്റീന ഫാനാണ്. അർജന്റീന പൈസ കൊടുത്ത് കളിക്കുന്നത് അതിനൊക്കെ കമ്മിറ്റി കളി, അതായത് ആർക്കെല്ലോ പൈസ കൊടുത്തിട്ടാണ് ഈ അവസരം വരെ എത്തിയത്, സെമി ഫൈനൽ എത്തിയെന്നൊരു സോഷ്യൽ മീഡിയയിൽ ഒരു ഇതുണ്ട്. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ? അത് ശരിയാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ പൈസ കൊടുത്ത് കയറാൻ പറ്റുമോ? ഇല്ല പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ കയ്യിലല്ല ഏറ്റവും കൂടുതൽ പൈസ ഇപ്പോൾ ഇല്ല, അവരല്ലേ ആദ്യം കപ്പ് നേടേണ്ടത്. അതെ ശരിയാണ്. അപ്പോൾ ഈ വെറുതെ മറ്റുള്ളവർ വെറുതെ പറയുന്നതാണോ ടീമുകൾ? അത് വെറുതെ പറയുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അർജന്റീനയോടൊപ്പം കളിച്ചിട്ട് ഈജിപ്ത് ഇങ്ങനെ ക്രോസ് ഒക്കെ വെച്ചിട്ട് കണ്ടു. അപ്പോൾ അത് അങ്ങനെ ചെയ്ത് ശരിയാണോ തെറ്റാണോ? എങ്ങനാ? അതായത് കളി നിർത്തി വെക്കാനായിട്ട് അത് കമ്മിറ്റി കളിയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്തിനോട് വിളിച്ചു വരുന്നൊക്കെ ചോദിച്ചിട്ട് അത് കണ്ടായിരുന്നോ? അത് കണ്ടായിരുന്നു. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യാൻ പാടില്ല. കളിക്ക് കളിയുടെ നിയമം ഉണ്ടല്ലേ? അതെ റഫർ ചെയ്യാനല്ല അന്തിമ തീരുമാനം. പേരെന്താ? സുനിൽ. ആരായിരിക്കും കപ്പ് നേടാം? കപ്പ് അർജന്റീന. അങ്ങനെ പറയാൻ കാരണം എന്താ? അങ്ങനെ പറയാൻ കാരണം അവരുടെ എപ്പോഴും ജയിക്കുന്നു. അവര് പൈസ കൊടുത്തിട്ടാണ് ഈ സെമി ഫൈനലിൽ എത്തിയെന്ന് ഇപ്പം പൊതുവായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അങ്ങനെ പൈസ കൊടുത്തിട്ട് സെമി ഫൈനലിൽ എത്തിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. പൈസ കൊടുത്തിട്ട് അങ്ങനെ കളിക്കാൻ പറ്റുമോ? ഇല്ല. ഫിഫ പോലെയുള്ളൊരു ഇതിൽ കളിക്കാൻ പറ്റുമോ? ഇല്ല. എതിരാളികൾ പറയുന്നത് അർജന്റീന പൈസ കൊടുത്തിട്ടാണ് ഇത്രയും പേര് എത്തിയത്, വേൾഡ് കപ്പ് നേടാനുള്ള മെസ്സി ആയിട്ടുള്ള ടൈപ്പാന്ന് പറയുന്നത്. ശരിയാണോ? അറിയില്ല. ഓക്കെ, എന്നാ ശരി. പേരെന്താ? സിയ. രണ്ട് സിയമാരാ? അപ്പോൾ ഏതാണ് ഇഷ്ടപ്പെട്ട ടീം? അർജന്റീനയാണ് ഇഷ്ടപ്പെട്ടത്. അർജന്റീന തന്നെ. ഏതാ? പോർച്ചുഗൽ. അപ്പോൾ CR7 പോയി, ഇനിയിപ്പോൾ അർജന്റീന ഉണ്ട്. അർജന്റീന കമ്മിറ്റി കളിയാണോ? എല്ലാവരും പറയുന്നത് കമ്മിറ്റി കളിയാണ്. അങ്ങനെയൊന്നുമില്ല. ആരായിരിക്കും കപ്പ് നേടുക? ഇംഗ്ലണ്ട് ആയിരിക്കും നേടാൻ. ഇംഗ്ലണ്ട് നേടും. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പോ അത്ര വലിയ ഇതൊന്നുമില്ല ആണല്ലേ? അപ്പോൾ ഇപ്പോൾ 4 ടീമാണല്ലേ? ആരൊക്കെയാണ്? ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിന്, അർജന്റീന. അപ്പോൾ ഇതിനകത്ത് ഇംഗ്ലണ്ട് കപ്പ് നേടുന്ന പറയുന്നത്. ഓക്കെ. പേരെന്താ? ഷാജു. ആരാ ജയിക്കുക? ആരാ ടീമുകളാ? ഏതിൻ്റെ? ഫുട്ബോളിൽ ആരാണ് ജയിക്കുക? എങ്ങനെ? ലോകകപ്പ് ഫുട്ബോൾ ഫ്രാൻസിനാണ് കൂടുതൽ ചാൻസ്. ഫ്രാൻസിനാണ് ചാൻസ്. അങ്ങനെ പറയാൻ കാരണം എന്താ? ഫ്രാൻസിന് നല്ല ഫോർവേഡ് ഉണ്ട്, എംബാപ്പെ ഉണ്ട്, പിന്നെ മറ്റ് 2 പേരുണ്ട് കൂടി. അതുപോലെ അർജന്റീന കമ്മിറ്റി കളിയാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സോഷ്യൽ മീഡിയയിലൊക്കെ അതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നടക്കുമോ? അങ്ങനെ നടക്കാൻ ചാൻസ് കുറവാണ്, എന്നാലും ആൾക്കാർ പറയുന്നുണ്ട്.